ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപൻ എന്താ അവരേത് വഴിയാ വരുന്നേന്ന് ഇപ്പൊ പറയാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അംബികെ. എന്റെ പുഷ്പകലെ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ നല്ല പ്രമാണം. ഞാൻ ഋതികയുടെ ബാഗിലിട്ടിരിക്കുന്ന പെൻഡ്രൈവിലെ ഒരു GPS ട്രാക്കർ വെച്ചിട്ടുണ്ട്. ആ ട്രാക്കർ അവളുടെ ബാഗിലുള്ളതുകൊണ്ടേ അവള് എങ്ങോട്ടാ പോകുന്നേന്ന് എന്റെ മൊബൈല് പറയും. നമുക്ക് ആ വഴി അവരെ ഫോളോ ചെയ്യാം. ഋതികയുടെ ലൊക്കേഷൻ മൂവായി തുടങ്ങി. നമുക്ക് പോവാം. ഇവിടെയാണോ ഇപ്പൊ ജഗന്നാഥേട്ടൻ താമസിക്കുന്നത്? അതെ. ഇത് അച്ഛൻ ഏർപ്പാടാക്കിയിരിക്കുന്ന സ്ഥലം കുവൈത്തിലുള്ള അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാ. ആളകത്തില്ലേ? ആളൊക്കെ അകത്തുണ്ട്. അങ്ങനെ അങ്ങ് തുറക്കാൻ പറ്റുമോ? ശത്രുക്കൾ ഒരുപാടില്ലേ. അമ്മ വാ. നിങ്ങളായിരുന്നോ? വരൂ. ആ അംബികയോ അവളുടെ മകനോ ആണെങ്കിൽ പൊട്ടിക്കാൻ തന്നെ ഞാൻ വന്നേ. സൽക്കരിക്കാൻ ഇവിടെ ഒന്നുമില്ല. വേണുവിന്റെ കാരുണ്യത്തിലാ ഞാൻ ഇവിടെ ജീവിക്കുന്നത് തന്നെ. ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പോലും പേടിയാ. അങ്കിളെ, ഞങ്ങൾ ഇപ്പൊ വന്നത് ചില പ്ലാനുകൾ തയ്യാറാക്കിയിട്ടാ. അതെല്ലാം രാജു പറയും. എന്താ മോനെ? ജഗനകളെ, സത്യം പറഞ്ഞ ഒരു തെറ്റും ചെയ്യാതെ കുരിശ് ചുമക്കുന്നവരാ ഞങ്ങളുടെ അമ്മയും അങ്കിളും. മോൻ പറഞ്ഞത് ശരിയാ. അതിനെന്താ? എത്ര നാളെന്ന് കരുതിയാ ഈ കുരിശും ചുമന്ന് രണ്ടാളിങ്ങനെ നടക്കും? ഇതൊന്ന് ഇറക്കി വെക്കണ്ടേ? ഇതിനൊരു അവസാനം വേണ്ടേ? പ്രതാപേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞ് അഗ്നിശുദ്ധി വരുത്തണം നമുക്ക്. അതിനയാൾ കേൾക്കാനൊന്നും നിന്ന് തരണ്ടേ? പെങ്ങള് പറയുന്നതും കേട്ട് നടക്കുകയല്ലേ അയാള്? നമ്മളെല്ലാവരും ചേർന്നുള്ള മീറ്റിങ്ങിന് അച്ഛനിരുന്ന് തരില്ല. മാത്രമല്ല, ആ പ്ലാൻ അറിഞ്ഞ അമ്മായി അത് എങ്ങനെയും മുടക്കും. അതാണല്ലോ ഇക്കാലം അത്രയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതിന് ഞങ്ങളൊരു വഴി ആലോചിച്ചു. ഞാനും ഋതുവും കൂടി ആലോചിച്ചെടുത്തൊരു പ്ലാനാണത്. എന്താ മോനെ? അംബിക മാഡം അങ്കിളിനെയും അമ്മയും കുടിക്ക കാര്യങ്ങളെല്ലാം അങ്കിള് വർമ്മ സാറിനോട് എന്ന മട്ടില് തുറന്നു പറയണം. ഞാനത് വീഡിയോയില് പകർത്തും. എന്നിട്ട് ഞാനും ഋതികയും കൂടി വർമ്മ സാറിനെ കാണിക്കും. സത്യങ്ങള് എന്നാണെങ്കിലും വർമ്മ സാറിന് ബോധ്യപ്പെടണമല്ലോ. ആദ്യത്തെ ഈ പ്ലാൻ വർക്കൗട്ട് ആയാൽ എന്തായാലും അങ്കിളിനെയും അമ്മയും കാണണമെന്ന് സാറ് താല്പര്യപ്പെടും. അപ്പോ അടുത്ത മീറ്റിംഗ് എന്താ പറയുന്ന അങ്കിളെ? കൊള്ളാം, ഞാൻ എല്ലാം തുറന്നു പറയാം. വർമ്മ സാറിനോട് നടത്തുന്ന സംഭാഷണമായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് സ്റ്റാർട്ട് എന്ന് പറയുമ്പോ അങ്കിള് പറഞ്ഞു തുടങ്ങിയാൽ മതി. ഓക്കെ മോനെ.
സൂക്ഷിക്കണേ. പ്രതാപ, ഇത് ഞാനാ, നിന്റെ പഴയ കൂട്ടുകാരൻ ജഗന്നാഥൻ. ഞാൻ തുറന്നു പറയാൻ പോകുന്നത് ചില സത്യങ്ങളാണ്. എന്റെയും പത്മയുടെയും ജീവിതത്തിൽ നടന്ന ചില സത്യങ്ങൾ. പ്രതാപൻ എന്താ എന്താ അയ്യോ അമ്മ, ജഗന്നാഥേട്ടാ, ജഗന്നാഥേട്ടാ, ജഗന്നാഥേട്ടാ. ജഗന്നാഥേട്ടാ, രാജു, അമ്മേ, രാജു, നമുക്ക് എത്രയും വേഗം അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിടിക്ക്. ജഗന്നാഥേട്ടാ, ഏട്ടാ. എനിക്ക് മരിക്കും മുമ്പ് പ്രതാപിനെ ഒന്ന് കാണണം. അയ്യോ, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. പിടിക്ക് രാജു. ആരാ ഈ ചതി ചെയ്തേ?